പഴയ ആൾക്കാരെ എല്ലാരും ഒന്ന് കണക്ട് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാനിടയ്ക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാറൊക്കെ ഉണ്ട്. ആണോ? പിന്നില്ലാണ്ട്. എനിക്ക് ചിലരുടെ നമ്പറൊക്കെ വേണം. ഞാൻ അയച്ചുതരാം. പറയാം, ആരുടെയൊക്കെ ഞാൻ പറയാം. ഹായ്. ഒന്നേ ഒരു മിനിറ്റ്. താങ്ക് യു. ഇപ്പൊ വരാവേ. ഓ നടക്ക് നടക്ക്. എന്താ എന്തുദ്ദേശം? ടീച്ചറായിട്ട് ഭയങ്കര കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങള് പഴയ സ്കൂൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുവായിരുന്നു. എന്താടി സ്കൂൾ കാര്യം? സത്യം പറ സിദ്ധു, ടീച്ചർ നിന്നെ കാണാനല്ലേ വന്നേ? ലച്ചു ടീച്ചർ പാറൂസിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞല്ലോ. അത് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ശരിക്കും ടീച്ചർ വന്നത് ആരെ കാണാനാ? എന്റെ പൊന്നു ലച്ചു, നീ ചുമ്മാ താളത്തിൽ ദിനേശൻ കളിക്കില്ലേ? എല്ലാരും കൂടെ അങ്ങനെ ആക്കണതല്ലേ? ചുമ്മാ വേഷം കെട്ട് കാണിക്കാതെ കാര്യം പറ സിദ്ധു. ടീച്ചർ പ്ലാൻ ചെയ്ത് വന്നതല്ലേ? എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? മൊത്തം പ്രശ്നം അനാർക്കലി. ലച്ചൂസ് എന്റെ അടുത്ത് ചോദിക്കുവാണേ, അനാർക്കലി എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണോ? ഞാനിവിടെ വന്നപ്പോഴാണ് സിദ്ധുവിനെ ഓർത്തത് പോലും. അത് പറച്ചില് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ലച്ചു സിദ്ധുവിന്റെ കാര്യത്തില് ഭയങ്കര പൊസസീവ് ആണല്ലേ? അത് പിന്നെ ഈ വീട്ടിലെല്ലാരും ഭയങ്കര പൊസസീവാ. അത് ഭാര്യയും ഭർത്താവണമെന്നൊന്നും ഇല്ല. ഓ, അതുകൊണ്ടാണല്ലോ എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചത്. ഞാൻ ഇവന്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചതാ. ഒന്ന് ഇങ്ങോട്ട് വന്നേ. നീയല്ല ലച്ചൂസ്, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട്. അതെ, ഞാനൊരു 2-3 months കഴിഞ്ഞാൽ ഇവിടുന്ന് UK പോവാ. അവിടെ ഏതെങ്കിലും ഒരു സ്റ്റൈലൻ ടൈപ്പിനെ ഞാൻ വളച്ചെടുത്തോളാം. എനിക്ക് തന്റെ ഭർത്താവിനൊന്നും വേണ്ടടോ. അയ്യേടാ, എന്റെ ഭർത്താവിനെയും ചോദിച്ചോടെ ഇങ്ങോട്ട് വാ, ഇപ്പൊ ഞാൻ എടുത്ത് തരാം. സിദ്ധു, ഞാൻ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താലോ? ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യാം. അടിപൊളിയായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ നടത്തിക്കളെ. പഴയന്റെ കൃഷികളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ലച്ചു, ജ്യൂസ് കിട്ടിയില്ല കേട്ടോ. ടീച്ചറിനുള്ള ജ്യൂസ് ഞാൻ വേറെ തരുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞ, ഞാൻ ജ്യൂസ് എടുക്കട്ടെ? അയ്യോ, ജ്യൂസ് വേണ്ട, എനിക്ക് ഇപ്പൊ പോവാൻ സമയം. ആണോ? എന്നാ പറഞ്ഞു കൊടുത്തോട്ടോ. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ശരി കേട്ടോ, പറഞ്ഞെടുത്ത് പ്രത്യേകം പറയണം. ബൈ ബൈ. ബൈ ബൈ. ചോദിക്കട്ടോ, അന്ന് പണ്ട് സ്കൂളിൽ പഠിക്കാൻ സമയത്ത് അനാർക്കലി ടീച്ചറെ അളിയനോട് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അളിയൻ എന്താ പറഞ്ഞേനെ?